നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 372 372. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായം. 12-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായം. മൈത്രേയ ഉവാച. ശ്ലോകം 1. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശസാത് അഭേദമന്യം ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണയക്ഷകിന്നരേ സംസ്തൂയമാനോ അഭ്യവത് കൃതാഞ്ജലിം. നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കും. അപ്പോൾ ധ്രുവന് തൻ്റെ മുത്തശ്ശനായ ആദിമമനു വന്ന് ഉപദേശം കൊടുത്തതോടുകൂടി ധ്രുവൻ കുബേരനെ സ്തുതിച്ചു. അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന തത്ര ആഗത ചാരണന്മാരും യക്ഷകിന്നരന്മാരും അവിടെ വന്ന് അഞ്ജലി ബന്ധം ചെയ്ത് നിന്നു എന്ന് പറയണം. അങ്ങോട്ട് ബഹുമാനിച്ചാൽ ഇങ്ങോട്ട് ബഹുമാനിക്കും, ഇല്ലെങ്കിലോ കട്ടപ്പകയാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ക്രോധം തീർന്നിരിക്കുന്നവനും, ക്രോധം കൊണ്ടൊരു കാര്യമില്ല, വധപ്രവൃത്തിയിൽ നിന്ന് നിവർത്തിച്ചിരിക്കുന്നവനായ ധ്രുവനെ അറിഞ്ഞിട്ട് ഐശ്വര്യസമൃദ്ധനായ കുബേരൻ അവിടെ ആഗതനായിട്ട് ചാരണയക്ഷകിന്നരന്മാരാൽ വേണ്ടും വിധം സ്തുതിക്കപ്പെടുന്നവനായിട്ട് അഞ്ജലി ചെയ്തു നിൽക്കുന്ന ധ്രുവനോട് പ്രീതിപൂർവം പറഞ്ഞു. ഇതാണ് മനു ധ്രുവൻ ഉപദേശിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് പറയണത്. 12-ാം അധ്യായത്തിൽ ധ്രുവൻ്റെ സ്വർഗാരോഹണം മൈത്രേയർ വിതുരരോട് പറയുന്നു. മനുവിൻ്റെ ഉപദേശത്താൽ ക്രോധം ശമിച്ച് ഗുഹ്യകന്മാരെ വധിക്കുന്നതായ ക്രൂരപ്രവൃത്തിയെ നിർത്തി എന്ന വിവരം ചാരന്മാരിൽ നിന്നറിഞ്ഞ ഭഗവാൻ കുബേരൻ ഭഗവത് പ്രസാദം ലഭിച്ചിരിക്കുന്നവൻ ധ്രുവൻ എന്നുള്ള ബഹുമാനത്താൽ അവനിൽ ക്രോധിക്കാതെ, അപ്പം മറ്റുള്ളവർക്ക് നമ്മളിൽ ക്രോധിക്കാതെ കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത് പ്രസാദത്തിൻ്റെ പാത്രീഭൂതരായിട്ടുണ്ടാവണം, ഭാഗവതം പഠിച്ചിട്ടുണ്ടാവണം, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവണം. അല്ലാണ്ട് അന്നദാനത്തിന് 8,000 ഉറുപ്പ്യ കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താ? അത് ഒരു പ്രവൃത്തി മാർഗമായിട്ടുള്ളൂ, ഒരു ടെമ്പററി നിവൃത്തിയായിട്ടുള്ളൂ. അത് ആഹാരം കഴിക്കുമ്പോഴത്തെ ആ ഒരു സന്തോഷം ഉണ്ട്. ഇന്ന ആളുടെ ആഹാരമായിരുന്നു, അയാൾക്ക് നന്നായിരിക്കട്ടെ, ഓക്കെ. പക്ഷേ 3-3.5 മണിക്കൂർ കഴിഞ്ഞാൽ വിശക്കാൻ തുടങ്ങും. അവിടെയാണ് പ്രശ്നം. നേരെ മറിച്ച് ഭാഗവതമാകുന്ന അമൃത് പാനം ചെയ്തവന് സന്തുഷ്ടനായിട്ടിരിക്കാൻ പറ്റും എല്ലാ സമയത്തും. എന്ത് തന്നെ തല തിരിഞ്ഞ കാര്യങ്ങൾ വന്നാലും അതിൽ നേരായ വണ്ണം പ്രതികരിച്ച് അതിനെ തരണം ചെയ്യാനുള്ള ഇൻ്റലക്ച്വൽ എഫക്ട്സ് ആർക്ക് ഭഗവാൻ കൊടുക്കും? ഈ ഭാഗവതം ഉപാസിച്ച് അത് ജീവിതത്തിൽ പ്രകർത്തിയിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതാണ് ക്രോധിക്കാതെ ചാരണയക്ഷകിന്നരന്മാരാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ട് ധ്രുവനുള്ള സ്ഥലത്തേക്ക് വന്നു. ധ്രുവൻ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അവിടേക്ക് വന്നു. കുബേര ദർശനത്താൽ വിനീതഭാവത്തെ അവലംബിച്ച് അഞ്ജലി ചെയ്തു നിൽക്കുന്ന അവനോട് പ്രീതിപൂർവം പറഞ്ഞു. അപ്പോൾ ഈ കുബേരൻ്റെ വേറൊരു പേരാണ് ധനധൻ. ധനദ ഉവാച ഭോ ക്ഷത്രിയാദായ
ക്ഷത്രിയതായതാ പരിതുഷ്ടോ അസ്മി തേ അനഘ യസ്ത്വം പിതാമഹാദേശാദ്വൈവൈരം ദുസ്ത്യജമത്യജ. അപ്പോൾ കുബേരന് മനസ്സിലായിരുന്നു ഇദ്ദേഹത്തിന് മുത്തശ്ശൻ വന്ന് പറഞ്ഞിട്ടാണ് ഇയാൾക്ക് വൈരം അടങ്ങിയിട്ടുള്ളത്. ഇതെങ്ങനെ മനസ്സിലാവുന്നത്? ദേവന്മാർ ത്രികാലജ്ഞാനികളാണ്. ഭോ ഭോ ക്ഷത്രിയതായാത പരിതുഷ്ടോ അസ്മിതേ അനഘ യസ്ത്വം പിതാമഹാദേശ അത് വൈരം ദുസ്ത്യജമത്യജ. ക്രോധം വെടിയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങക്കത് സാധിച്ചുല്ലോ, അതെന്നെ വലിയ കാര്യമായി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അല്ലയോ ക്ഷത്രിയ ബാല, കാരണം ദേവന്മാർക്ക് മരണമില്ല, അപ്പോൾ പ്രായം കൂടില്ല, പ്രായം അതായത് കാലാകാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരെയും. അതുകൊണ്ടാണ് അല്ലയോ ക്ഷത്രിയ ബാല അനഘ ദോഷരഹിത, ഞാൻ എൻ്റെ പേരിൽ സന്തുഷ്ടനായി ഭവിക്കുന്നത്. യാതൊരു ഭവാൻ പിതാമഹൻ്റെ ഉപദേശത്താൽ ഉപേക്ഷിപ്പാൻ പ്രയാസമുള്ള വൈരത്തെ ഉപേക്ഷിച്ചു. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാരണവന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഗുരുത്വം കിട്ടിയിട്ടുണ്ടാവും. ഭക്തി കുറച്ചുകൂടി എളുപ്പമാണ്. അല്ല, നമ്മുടെ പൂർവികരുടെ ഗുരുത്വം കിട്ടിയിട്ടില്ലെങ്കിൽ കുറേ കൂടി 10 മടങ്ങ് 100 മടങ്ങ് 1000 മടങ്ങൊക്കെ പരിശ്രമിച്ചാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് എൻ്റെ കരുണാകരൻ പിള്ള സാറിൻ്റെ, എൻ്റെ ഗുരുനാഥൻ്റെ അനുഗ്രഹാശിസ്സുകൾ, എൻ്റെ അഭിമന്യ പിതാവിൻ്റെ, പിന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ബ്രാഹ്മണരെയും ഞാൻ നമിക്കാറ് പതിവുണ്ട് കുട്ടിക്കാലത്ത്. കാരണം ഇപ്പം ഞാൻ ശ്രീനിവാസ് എൻ്റെ അത്ര പ്രായമുള്ളവരെന്നെ എല്ലാവരും, അപ്പോൾ എല്ലാവരും മൈത്രീഭാവത്തിലിരിക്കണമെന്ന് മാത്രം, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് 8 ശ്ലോകം കുബേരവചനം, 6 ശ്ലോകം കുബേരൻ ഇദ്ദേഹത്തിന് 2ാമത്തെ ശ്ലോകം മുതൽക്കേ പിന്നെ പറയണതാണ്. എന്താണത് നോക്കാം. ഹേ ക്ഷത്രിയ ബാലക ദോഷരഹിത, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. കാരണം പിതാമഹൻ്റെ ഉപദേശത്തെ അംഗീകരിച്ച് ദുസ്ത്യജമായ വൈരം നീ ഉപേക്ഷിച്ചുവല്ലോ. ക്ഷത്രിയന്മാർക്ക് വൈരത്തെ ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാകുന്നു. പക്ഷേ എങ്ങനെയാണിത് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം 5 വയസ്സിൽ എല്ലാം ത്യജിച്ച് ഭഗവാനെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കിയിട്ടുള്ള ആളാണ്. അങ്ങനത്തെവർക്ക് ബുദ്ധിമുട്ടില്ല. അടുത്തത് ന ഭാവനാവധീദ്രക്ഷാന്ന യക്ഷാ ഭ്രാതരം തവ കാലയേവ ഹി ഭൂതാനാം പ്രഭുർ അപ്യയ ഭാവയോ. നീ യക്ഷന്മാരെ വധിച്ചില്ല, യക്ഷന്മാർ നിൻ്റെ സഹോദരനെയും വധിച്ചില്ല എന്ന് പറഞ്ഞാൽ കർമ്മം കൊണ്ടാണെന്നാണ് പ്രസ്താവിക്കുന്നത്. പ്രാണികളെ ജനനമരണങ്ങൾക്ക് കാലം തന്നെ ശക്തൻ, കാലായ പോവും. അങ്ങനെ അങ്ങനെ എന്താ പറയുക, സഹിക്കാൻ സാധിക്കണം നമുക്ക്. മനൂപദേശത്താൽ ധ്രുവന് ധാർഢ്യഭാവമുണ്ടാവാൻ കുബേരൻ ആ പക്ഷത്തെ അനുവദിക്കുന്നു. യക്ഷന്മാരെ ഭവാൻ വധിച്ചില്ല, ഭവാന്റെ സഹോദരനെ യക്ഷന്മാരും വധിച്ചില്ല. പ്രാണികളുടെ ജനന മരണങ്ങളുടെ മുഖ്യ കർത്തൃത്വം കാലസ്വരൂപനായ ഈശ്വരനിൽ ഇരിക്കുന്നു. ബാഹ്യകാരണം നിമിത്തമാത്രം. അതാണ് 4. അഹം ത്വം ഇതി അപാർത്ഥ ധീരജ്ഞാനാദി പുരുഷസ്യ ഹി സ്വാപ്നീവാഭാത്യധ്യാനാദ്യയാ ബന്ധവിപര്യോ. ബന്ധങ്ങൾക്ക് വിപരീതം ഉണ്ടാവാൻ കാരണം എന്താ? ധാരണയിലുണ്ടാവുന്ന ഏറ്റക്കുറച്ചിലുകൾ. ഞാൻ നീ എന്ന ബുദ്ധി, ഞാനെന്നും നീ എന്നുമുള്ള ബുദ്ധി പുരുഷൻ്റെ അജ്ഞാനം നിമിത്തമുള്ള, ജീവൻ്റെ അജ്ഞാനം നിമിത്തമുള്ള, അതല്ലാത്തതിൻ്റെ നിരന്തര വിചാര നിമിത്തം സ്വപ്നത്തിലുള്ള ബുദ്ധി എന്ന പോലെ സ്വപ്നത്തിലെ ബുദ്ധി നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. മിഥ്യയായിട്ട്, കാരണം എന്താ? അത് മിഥ്യയാണ്, പ്രകാശിക്കുന്നു. യാതൊന്നിനാൽ ബന്ധവും മോക്ഷവും, അതുകൊണ്ടാണ് ബന്ധവും മോക്ഷവും ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു.
ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. ലോകത്തിൽ ഞാൻ ചെയ്തു നീ ചെയ്തു എന്നുള്ള വ്യവഹാരം ദേഹാത്മബുദ്ധി നിമിത്തമുണ്ടാകുന്നതാണെന്ന് ഉപദേശിക്കുന്നു. ആത്മാവിനെ അറിയാത്തതുകൊണ്ട് സ്വദേഹത്തിൽ ഞാനെന്നും അന്യശരീരത്തിൽ നീ എന്നും വ്യവഹാരം നടക്കുന്നു. അത് മിഥ്യയാകുന്നു. ആത്മാവല്ലാത്തതായ ദേഹത്തിൽ നിരന്തര ധ്യാനമാണ് ഈ ഭാവത്തിന് കാരണം. അതായത് നിരന്തര ഭഗവാനെ പറ്റിയുള്ള ധ്യാനമല്ല, ഭൗതികതയെ പറ്റിയിട്ടുള്ള ധ്യാനം വരുമ്പോഴാണ് മമതയും എൻ്റേതെന്നും ഉള്ള അഭിപ്രായം വരിക. നേരെ മറിച്ച് ആത്മീയമായ വിചാര ശ്രേണിയിലാണ് നമ്മൾ അകപ്പെട്ടത് വെച്ചാലോ അത് അനശ്വരാണ്, അവന് മോക്ഷം കിട്ടും ചെയ്യും. അതുകൊണ്ടാണ് നിരന്തര ധ്യാനമാണ് ഈ ഭാവത്തിൻ്റെ കാരണം. അപ്പോൾ ആ നിരന്തര ധ്യാനം എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. ഇതു നിമിത്തം ജീവൻ ജന്മമരണാദി ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇതു നിമിത്തം ഏത് അനശ്വരതേനെ വിട്ട് നശ്വരതേനെ പ്രാപിക്കുമ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പറഞ്ഞു, ഈ ഭാവത്തിൽ നിന്ന് ഉണർന്ന് ആത്മാവിനെ അറിയുമ്പോൾ മുക്തനായി എന്നും വിചാരിക്കുന്നു. നിദ്രാദോഷത്താൽ സ്വപ്നദർശനം നിമിത്തം. അപ്പോൾ ഈ സ്വപ്നം കാണുക എപ്പോഴാണ്? നിദ്രാദോഷം, സുഷുപ്തിയുടെ അഭാവത്തിലാണ് സ്വപ്നം കാണുക. അത് അച്ഛനെയാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യേനെയാണെങ്കിലും കാമുകൻ കാമുകി ആരെയാണെങ്കിലും ശരി. അതുകൊണ്ട് യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്സേ 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 നമോ നമഃ എന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ആ പ്രാർത്ഥന നടക്കണമെന്നുണ്ടെങ്കിൽ, എക്സിക്യൂട്ടീവ് ചെയ്ത് ഫലത്തിൽ വരണമെങ്കിൽ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്തവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാത്ത ഒരു മനസ്സുണ്ടാവണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആർദ്രത വരുമ്പോഴാണ് നിർമ്മലമായ മനസ്സുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക. അതാണ് അതിൻ്റെ പാരാമീറ്റർ. അപ്പോൾ പറഞ്ഞു, നിദ്രയിൽ നിന്ന് ഉണർന്നപ്പോൾ മിഥ്യയാണെന്നറിയുന്നത് പോലെ ജ്ഞാനമുണ്ടാകുമ്പോൾ ബന്ധമോക്ഷങ്ങൾ കാരണമായി ഭവിച്ച ശരീര അഭിമാനം മിഥ്യാരൂപമായിരുന്നുവെന്ന് അറിയും എന്ന് പറഞ്ഞു. ഇനി 5-6 ശ്ലോകങ്ങളൊപ്പം പോകും. തദ് ഗശ്ച ധ്രുവഭദ്രം ദേ ഭഗവന്തം മദോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വാം ഭജനീയാംഗ്രീം അഭവായ ഭവശ്ചിതം യുക്തം വിരഖിതം ശക്ത്യാ ഗുണമയ്യ ആത്മമായയാ. അതിൻ്റെ വാക്കാർത്ഥാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹേ ധ്രുവ, പൊയ്ക്കൊള്ളുക, അങ്ങയ്ക്ക് മംഗളം. ഇന്ദ്രിയങ്ങളുടെ ജ്ഞാനത്തിന് വിഷയമല്ലാതിരിക്കുന്നവനും, അദോക്ഷജൻ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് പറഞ്ഞത്, ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിന് മനസ്സിലാക്കാൻ സാധിക്കില്ല, അതീതനാണ് ഭഗവാൻ. എന്നാൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിക്കുന്നത് ഭഗവാനാണ്. ഇനി അപ്പോൾ സർവഭൂതാത്മകമായ ശരീരത്തോടു കൂടിയവനും, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം ഭഗവാൻ ആണ്. എന്നിട്ടോ സംസാരത്തെ നശിപ്പിക്കുന്നവനും ഗുണരൂപിണിയായ ആത്മമായാശക്തി കൊണ്ട്, അതാണ് പ്രകൃതി. ആത്മമായാശക്തി എന്ന് പറഞ്ഞതാണ് പ്രകൃതിയായി. ചേർന്നും ചേരാതെയും ഇരിക്കുന്ന ഭഗവാനെ സർവഭൂതാത്മഭാവത്തോടുകൂടി മോക്ഷത്തിനായി കൊണ്ട് ഭജിച്ചാലും, എപ്പോഴും ധനസമ്പത്തുകൾക്ക് വേണ്ടിയിട്ട് ഭജിക്കരുത്. മോക്ഷം വേണം മോക്ഷം വേണമെന്ന് വാശി പിടിക്കന്നെ, അതേ നിവൃത്തിയുള്ളൂ. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ദേഹാദികളിൽ ഉറച്ചിരിക്കുന്ന ബുദ്ധി അതിൽ നിന്ന് നിവർത്തിച്ച് പരമാത്മാവിൽ ഉറയ്ക്കുവാനുള്ള ഉപായം എന്തെന്ന് കുബേരൻ ഉപദേശിക്കുന്നുണ്ട്. ഹേ ധ്രുവ, രാജാവായിരിക്കുന്ന നീ രാജ്യത്തെ ഭരിക്കുന്നതായി അധികാരത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് ഗൃഹത്തിൽ പ്രവേശിച്ച് സ്വന്തം പ്രവൃത്തിയെ ഭഗവത് പ്രീത്യർത്ഥം സമർപ്പിച്ച് ഭഗവാനെ ഭജിക്കുക. സാക്ഷാൽ പരമാത്മാവായ ആനന്ദവിഗ്രഹൻ
ലൗകികങ്ങളായ പദാർത്ഥങ്ങളെ മാത്രം അറിവാൻ ശക്തിയുള്ള ബുദ്ധിക്ക് വിഷയമല്ല. അവിടെയാണ് ലൗകികത്തിൽ ഇരിക്കുന്നവന് ആത്മാനുഭൂതി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനെ നമ്മൾക്ക് അന്യതാകരിക്കാൻ പറ്റില്ല. അതായത് ലൗകികങ്ങളായ പദാർത്ഥങ്ങളെ മാത്രം അറിവാൻ ശക്തിയുള്ള ബുദ്ധിക്ക് വിഷയമല്ല. നിരാകാരനായതിനാൽ ബുദ്ധിക്ക് പ്രവേശം ലഭിക്കുകയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നിരാകാരനാണ് ഭഗവാൻ. ഭക്തന്മാരെ അനുഗ്രഹിപ്പാനായിട്ട് സ്ഥൂലമായ രൂപത്തെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സർവഭൂതങ്ങളും ഭഗവത് സ്വരൂപം തന്നെ. അപ്പോൾ ഒരാളോട് മാറി നിൽക്കും. ഒരു ജീവനെ സ്വന്തം ശരീരപോഷണത്തിന് വേണ്ടിയിട്ട് ഹനിക്കുക, ഭക്ഷണം ചെയ്യുക, അതൊക്കെ തെറ്റല്ല. പിന്നെ അതാണ് ഭഗവത് സ്വരൂപം തന്നെ. അതിലെല്ലാം ആത്മാവായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഭജിപ്പാൻ യോഗ്യങ്ങളായ പാദപത്മങ്ങളോട്, ഭജിപ്പാൻ ഭുജിക്കാനല്ല, ഭജിപ്പാൻ യോഗ്യങ്ങളായ പാദപത്മങ്ങളോടുകൂടിയ ആ സ്ഥൂലരൂപത്തെ ഭജിക്കുന്നവരുടെ ജന്മമരണങ്ങളെ നശിപ്പിച്ച് പരമാനന്ദപ്രാപ്തിക്ക് രൂപമായ മോക്ഷത്തെ നൽകുന്നതിനായി സ്വശക്തിയായ മായയോട് ചേർന്നും ചേരാതെയും ഇരിക്കുന്ന അചിന്യമഹിമാവായ ആ ഭഗവാനെ നിരന്തരം ഭജിച്ചുകൊള്ളുക എന്നാണ്. ഓരോ ശ്വാസനിശ്വാസത്തിലും ഈശ്വരനെ ഭജിക്കണം. അടുത്ത ശ്ലോകം ഒരു 4 വരി ശ്ലോക, 7 അതെ 8 അതെ. ഏത്? വൃണീഹി കാമം നൃപയൻ മനോഗതം മത്ത തസ്ത്വം ഔത്താനപാദേ വിശങ്കിത പരമ്പരാർഹോ അംബുജനാഭപാദയോർ അനന്തരം ത്വാം വയമംഗശുശ്രുമാ. ഇതാണ് ശ്ലോകം. ഉത്താനപാദപുത്രനായ രാജൻ അങ്ങ് ശങ്കയില്ലാത്തവനായിട്ട്, ഈ ശങ്ക എന്ന് പറയും, ശങ്ക ഉണ്ടാവാൻ പാടില്ല. എന്നിൽ നിന്ന് മനോഗതം, മനസ്സിനുള്ള ആഗ്രഹമനുസരിച്ച വരത്തെ വരിച്ചാലും വരത്തിന് യോഗ്യനാകുന്നു. അങ്ങക്ക് വരം തരാൻ എനിക്ക് യോഗ്യത ഉണ്ടെന്നല്ല, അങ്ങക്ക് എന്നിൽ നിന്ന് വരം സ്വീകരിക്കാനുള്ള യോഗമുണ്ട്. ആത്മതുല്യ. അങ്ങ് ആരാ? ആത്മതുല്യ. എൻ്റെ ആത്മാവ് അങ്ങയുടെ ആത്മാവ് വ്യത്യാസമില്ല, ഒന്നാണ്. അതുകൊണ്ട് അങ്ങയെ അങ്ങയെ വിഷ്ണുവിൻ്റെ പാദങ്ങളുടെ സന്നിഹിതനായിട്ട് ഞങ്ങൾ കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കറിയാം അങ്ങൊരു വിഷ്ണു ഭക്തനാണ് എന്നുള്ളത്. പിന്നെന്താ പ്രശ്നം? ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥമാണ് വരുന്നത്. അതെങ്ങനെ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഉത്താനപാദപുത്രനായ ഹേ രാജൻ, യക്ഷവധം ചെയ്തു പോയല്ലോ എന്നുള്ള സങ്കോചം കൂടാതെ അഭീഷ്ടവരത്തെ എന്നിൽ നിന്ന് വരിച്ചുകൊള്ളുക. അതാണ് മഹാന്മാരുടെ അവസ്ഥകൾ. എന്ത്? കുറ്റം ചെയ്തവരെ നിന്ദിക്കല്ല, കുറ്റം ചെയ്തവരെ ഈശ്വരാരാധന തൽപരന്മാരാക്കി മാറ്റിയെടുക്കലാണ്. അപ്പോൾ നീ വരം സ്വീകരിപ്പാൻ അർഹനാകുന്നു. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ ശ്രീ മുകുന്ദൻ്റെ പാദപത്മങ്ങളുടെ സമീപത്തിൽ ഇരിക്കുന്നവൻ നീ എന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ശ്രീ മുകുന്ദ ഭക്തനായി നിനക്ക് വരം തരുന്നതിനാൽ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും. അതായത് ഞാൻ ഈ ഭാഗവതം എൻ്റെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്കാരുടെ ഉള്ളിലുള്ള മുകുന്ദ ചൈതന്യം എന്നെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനെ വേണ്ട വെക്കണത്? ഞാൻ കലർപ്പില്ലാണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉള്ള അനുഗ്രഹം സംശുദ്ധ, അതിൻ്റെ ഘനം, അതിൻ്റെ ആഴം, അതിൻ്റെ പരപ്പ്, അതിൻ്റെ ദിവ്യത്വം, അതിൻ്റെ മഹിമ ഒരാൾക്ക് അളക്കാൻ പറ്റില്ല. കാരണം എന്താ? സംശുദ്ധമായ അർത്ഥം ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതുമായിട്ടുള്ള ഭാഗവത സുധ ഒരു തുള്ളി വെള്ളം കൂട്ടാതെ കണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ യത്നിക്കണം. ആ യത്നം ശുഭമാണ് എന്ന് എനിക്ക് മനസ്സിലാവണത് എങ്ങനെയാണ്? ഭഗവാൻ എൻ്റെ കാര്യങ്ങൾ
എല്ലാം വേണ്ട പോലെ ബ്ലെസ് ചെയ്ത് അനുഗ്രഹിക്കുന്നുണ്ട്. അതിനെ ചുരുക്കം. അപ്പം എന്തായി? അതിനാൽ നിനക്ക് വരം നൽകുന്നതിൽ ഞാൻ സന്തോഷമുള്ളവൻ എന്നറിഞ്ഞുകൊള്ളുക എന്ന് സാരം. മൈത്രേയ ഉവാച. മൈത്രേയര് വിതുരോട് പറയണോ, സ രാജരാജേന വരായ ചോദിത ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരോ സവവ്രേ അചലിതാം സ്മൃതിം യയാതരത്യയത്നേന ദുരത്യയം തമാം. അതായത് കുബേരനാൽ വരത്തിനായി കൊണ്ട് പ്രേരിപ്പിക്കപ്പെട്ടവനും മഹാനായ ഭഗവത് ഭക്തനും മഹതിയായ ബുദ്ധിയോടുകൂടിയവനുമായ ആ ധ്രുവൻ ഹരിയിൽ ഇളക്കമില്ലാത്തതായ സ്മൃതിയെ വരിച്ച് യാതൊന്നിനാൽ ദൂരീകരിപ്പാൻ ഏറ്റവും പ്രയാസമുള്ളതായ അജ്ഞാനത്തെ അല്ലെങ്കിൽ തമോ ഗുണത്തെ അവൻ പ്രയാസം കൂടാതെ കടക്കുന്നു. അതായത് ഭവസാഗരം കടക്കുന്നു എന്നായി. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. കുബേരനാൽ അഭീഷ്ടവരം വരിപ്പാനായി പ്രേരിപ്പിക്കപ്പെട്ട ധ്രുവൻ മഹാബുദ്ധിമാനും മഹാഭക്തനുമായതുകൊണ്ട് അന്യ ഉപായത്താൽ കടക്കാൻ കഴിയാത്തതായ അജ്ഞാനത്തെ നിഷ്പ്രയാസം കടക്കുവാൻ സഹായിക്കുന്നതായ ഹരിഭക്തിക്ക് ഇളക്കം കൂടാതെ ഇരിപ്പാൻ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പം നമ്മൾ വരം ഭഗവാന്റെ സവിധത്തിൽ, ഭഗവതിയുടെ സവിധത്തിൽ പോയാൽ എന്താ ചോദിക്കേണ്ടത്? എനിക്ക് നിഷ്കാമഭക്തി ഉണ്ടാവണേ, എനിക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാവണേ എന്നാണ് പറയേണ്ടത്. അല്ലാണ്ട് അതുപോരാ ഇതുപോരാ അതല്ല പറയേണ്ടത്. ഇപ്പോൾ യജ്ഞവേദിയിൽ ഓരോ അനൗൺസ്മെൻറ്റും ശ്രോതാക്കളുടെ പേഴ്സ് പിഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ആവരുത്. അവർക്ക് സ്വമനസ്സാൽ പരപ്രേരണ ഇല്ലാതെ കണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടി വഴിപാടുകൾ സമർപ്പിക്കാൻ ബോധവൽക്കരിക്കണം അവരെ. അപ്പം ഇന്നലെ വളരെ രസമായിട്ടൊരു കഥ യൂട്യൂബിൽ കേട്ടു. ഒരു നോർത്ത് ഇന്ത്യൻ സന്യാസി ഭഗവാന്റെ കരുണേനെ പറ്റി പറയാണ്. അതെങ്ങനെ? ഒരു എന്താണെന്നാ പറയുക, അതിസമ്പന്നൻ ഈ എന്താ പറയുക, ഏതാ ക്ഷേത്രം, അതായത് ശ്രീകൃഷ്ണനും ബലരാമനും പിന്നെ സുഭദ്രയായിട്ടുള്ളൊരു ക്ഷേത്രം ഉണ്ടല്ലോ, അവിടേക്ക് കാൽനടയായിട്ട് പോവാണ്. പുരി എന്ന്, അതെ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഈ ധനാഢ്യൻ അയാളെ വിളിച്ച് 100 രൂപ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെ പേരിൽ ഭണ്ഡാരത്തിലിടുന്നു പറഞ്ഞു അത്രേ. അങ്ങനെ ഇയാളോ ഈ നടന്നു പോകുന്ന ആളോ നിർധനൻ. അപ്പോൾ വഴിയിൽ ഭിക്ഷ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളവർ ഭിക്ഷ കൊടുക്കണതാണ് ഇദ്ദേഹം കഴിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ദരിദ്രനാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇദ്ദേഹത്തിനോട് ഭിക്ഷ ചോദിക്കും. അപ്പോൾ ആദ്യം ഇദ്ദേഹം ഒന്ന് മടിച്ചു. പിന്നെ ഈ കയ്യിലുള്ള 100 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ റൊട്ടി, ബ്രെഡ് ഒക്കെ കുറേശ്ശെ വാങ്ങി, അന്നത്തെ കാലത്ത് 1/4 ഒരാണൊക്കെ കൊടുത്താൽ ഗംഭീര ഫുഡ് കിട്ടുന്ന കാലം. അങ്ങനെ ഇദ്ദേഹം നടന്ന് ഈ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെത്തി. അപ്പോൾ ആകെ 100 രൂപയിൽ 98 രൂപയും കഴിഞ്ഞു. ആകെ 2 രൂപ ഉണ്ടായിരുന്നു. ആ 2 രൂപ ഭണ്ഡാരത്തിലിട്ടു. അന്ന് രാത്രി ഈ ജഗന്നാഥ സ്വാമി ഈ 100 രൂപ കൊടുത്ത ധനവാനും പിശുക്കനുമായിട്ടുള്ള മുതലാളിക്ക് സ്വപ്നം കാണിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. എന്താ കാണിച്ചു കൊടുത്തത്? എൻ്റെ അക്കൗണ്ടിൽ നിന്നൊരു 98 രൂപ എനിക്ക് കിട്ടി, 2 രൂപ കിട്ടിയില്ല എന്ന് പറഞ്ഞു. നീ 100 കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ധനവാന് ഭയങ്കര സന്തോഷം ഉണ്ടായി എന്നാണ് പറഞ്ഞത്.
പക്ഷേ അതേസമയം ഈ കാൽനടയായിട്ട് പോയി വന്ന സന്യാസിയോട് വിദ്വേഷമുണ്ടായി. ഞാൻ കൊടുത്ത 100 രൂപയിൽ നിന്ന് 2 രൂപ നീ എന്ത് ചെയ്തു എന്നറിയണം. അപ്പോൾ ആ സാധു ബ്രാഹ്മണൻ ആനന്ദക്കണ്ണീര് പൊഴിച്ചു എന്നാ. കാരണം ഇദ്ദേഹത്തിന് അറിയാം ഞാൻ 2 രൂപയെ കൊടുത്തിട്ടുള്ളൂ, 98 രൂപയും ദാനധർമ്മങ്ങൾക്കാണ്, മറ്റുള്ളവൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു എന്നാ. അപ്പോൾ എന്താ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കണത്? സമ്പന്നരായവർക്ക് യജ്ഞവേദിയിൽ 3 നേരം ഊട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സമ്പന്നരല്ലാത്ത ഒരു നേരം ആഹാരം കഴിക്കാൻ സാധിക്കാത്തവർക്ക് വേണം എന്ത് കൊടുക്കാൻ? അന്നദാനം ചെയ്യാൻ. എന്നാലേ അതിന് ഫലമുള്ളൂ, അല്ലെങ്കിൽ ഫലമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കഥയാണെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വികാരമല്ല, വിചാരങ്ങൾ, അതാണ് നമ്മൾക്ക് നല്ല ഫലത്തെ തയ്യാർ. അപ്പോൾ ഇവിടെ പറഞ്ഞു, പിന്നെ ഹരിഭക്തിക്ക് ഇളക്കം കൂടാതെ ഇരുപ്പാൻ അനുഗ്രഹിക്കണേ എന്നാണ് കുമാരനോട് ധ്രുവൻ പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകം 9. തസ്യ പ്രീതേന മനസാ താം ദത്വൈഢവീഢസ്തദാ പശ്യതോ അന്തർധതേ സ അഭി സ്വപുരം പ്രത്യവധ്യതാം. കുബേരൻ പ്രീതിയോടുകൂടിയ മനസ്സാൽ അവൻ അതിനെ ദാനം ചെയ്തിട്ട്, ആ വരത്തെ ദാനം ചെയ്തിട്ട് കാണെ തന്നെ അവിടെ നിന്നും മറഞ്ഞു. അവനും, അതായത് ധ്രുവനും സ്വരാജധാനിയെ പ്രാപിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്? ഇടവിടയുടെ പുത്രനായ കുബേരൻ, ഇടാവിട എന്നാണ് അമ്മയുടെ പേര്. അച്ഛൻ രാവണൻ്റെ അച്ഛൻ തന്നെയാണ്. പുത്രനായ കുബേരൻ പ്രീതിപൂർവം ധ്രുവന് അചഞ്ചലമായ ഹരിഭക്തി ഭവിക്കട്ടെ എന്നുള്ള വരം കൊടുത്ത ശേഷം അവർ നോക്കിയിരിക്കെ അവിടെ നിന്നും മറഞ്ഞു. ധ്രുവനും സ്വരാജധാനിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകം പറയണു. അധായജത യജ്ഞേശം, എങ്ങനെ യജിക്കണു യജ്ഞം, അങ്ങനെയാണ് ഫലം ഉണ്ടാവുക. ഭൂരിദക്ഷിണൈഹി ദ്രവ്യക്രിയാദേവതാനാം സർവകർമ്മഫലപ്രദം. അനന്തരം ദ്രവ്യക്രിയാദേവതകളുടെ സർവകർമ്മഫലത്തെ നൽകുന്ന ഈശ്വരനെ അധികരിച്ച ദക്ഷിണകളോടുകൂടിയ യാഗങ്ങൾ കൊണ്ട് ധ്രുവൻ പൂജിച്ചു എന്നാണ്, ഭജിച്ചു എന്നാണ് അതിൻ്റെ ഭാവാർത്ഥം. അതിൽ പിന്നെ ധ്രുവൻ ദേഹ ഇന്ദ്രിയ മനോവ്യാപാരങ്ങളുടെ ഫലങ്ങളെ നൽകുന്ന ഈശ്വരനെ യാഗങ്ങൾ കൊണ്ട് ആരാധിച്ചു. ആ യാഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർമ്മകർത്താക്കന്മാർക്ക് വിധിപ്രകാരമുള്ള ദക്ഷിണയേക്കാൾ അധികം നൽകി അവരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് എമൗണ്ട് കൊടുത്താൽ തീരുന്ന കാര്യമാണെങ്കിലും ഏത് കാര്യത്തിനാണ് കൊടുത്തുള്ളത് അത് നമ്മൾക്ക് സംതൃപ്തി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദക്ഷിണ കുറച്ച് കൂടി കൊടുത്താൽ ആ കർമ്മിക്ക് അജഗജാന്തര വ്യത്യാസം ഉണ്ടാവും അടുത്ത പ്രാവശ്യം കർമ്മം ചെയ്യുമ്പോൾ. അപ്പോൾ എല്ലാവരുടെയും മാനസിക ഉല്ലാസമായിരിക്കണം നമ്മുടെ എയിം. അങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങൾ നമ്മുടെ കൊക്കിലൊതുങ്ങി നമ്മുടെ കക്ഷത്തിലാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുക. ഇനി 11ാമത്തെ ശ്ലോകം. സർവാത്മന്യ അച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. എന്താ അതിനർത്ഥം പറയാം? സർവങ്ങളിൽ ആത്മാവായും, എല്ലാറ്റിലും നീചയോനി ശ്രേഷ്ഠയോനി എന്നുള്ള വ്യത്യാസമില്ല, ആത്മാവായും പൂർണ്ണനായും ഇരിക്കുന്ന നാശരഹിതൻ, അതാണ് ഈ അച്യുതൻ. നിരന്തര പ്രവാഹത്തോടുകൂടിയ ഭക്തിയെ ഉദ്വഹിപ്പിക്കുന്നവനായിട്ട് ആത്മാവിലും ഭൂതങ്ങളിലും ഇരിക്കുന്ന വ്യാപകനായ അവനെ തന്നെ കണ്ടു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പിന്നെ ഭാവാർത്ഥം എങ്ങനെയാണ് പറഞ്ഞത്?
ഭഗവത് അർപ്പണ ബുദ്ധിയ, ഏതൊരു കാര്യം ഭഗവാൻ അർപ്പിക്കുന്ന ബുദ്ധിയോടുകൂടി ബുദ്ധിയ ചെയ്ത കർമ്മം നിമിത്തം ശുദ്ധാന്തക്കരണനായതുകൊണ്ട്, അന്ധക്കരണം ശുദ്ധമാവണമെങ്കിൽ ഭഗവത് അർപ്പണ ബുദ്ധി ഉണ്ടാവണം. സർവഭൂതങ്ങളിൽ ആത്മസ്വരൂപനായും പൂർണ്ണനായും ഇരിക്കുന്ന ഭഗവാനിൽ നിരന്തരമായ ഭക്തിയുമുണ്ടായി. തന്നിലും ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെ സർവത്ര ദർശിച്ചു. ആരെ? ധ്രുവൻ. അങ്ങനെയിരിക്കുന്ന ആ ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ കർമ്മഫലത്തിനനുസരിച്ചിട്ടുള്ളതേ കിട്ടുള്ളൂ എന്ന സത്യത്തെ അറിയാനുള്ള ത്രാണി നമ്മൾക്ക് ഏവരിലും ഉണ്ടാവട്ടെ എന്ന് ആശിച്ചും കൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലുള്ള വാക്കുകളെ എന്താണെന്നാ പറയുക, ശ്രീകൃഷ്ണാർപ്പണ വസ്തു ഭഗവാന്റെ തിരുവാദപത്മത്തിൽ അർപ്പിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.